ഈ ദിവസമല്ലേ ബേബിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്? 1.5 മാസം ജോലിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് സ്റ്റിച്ചൊന്നും ഇടാനൊന്നും പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഇന്നലെ നൈറ്റൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുവാ ഗൈസ്. ഈ വീഡിയോ എടുക്കുന്ന 23-ാം തീയതിയാണ് കേട്ടോ. ഈ 23-ാം തീയതി കൊടുത്ത അമ്മ 24th സ്റ്റിച്ച് ചെയ്തിട്ട് 25-ാം തീയതി ഇടും. ആ ഒരു കാൽക്കുലേഷനാണ് കേട്ടോ ഞാൻ കൊടുത്തത്. ഇല്ലെങ്കിൽ അമ്മ മടി പിടിച്ച് അവിടെ സ്റ്റിച്ചൊന്നും ചെയ്യാണ്ട് അവിടെ മാറ്റി വെച്ചേക്കും. ഞാൻ കൊടുത്തേക്കുന്നത് 2 നൈറ്റിയാണ്. ഇത് അമ്മ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ R2 കാർട്ടിനകത്ത് ഇട്ട് വെച്ച് കുറേ നാളായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു. അപ്പം ഞാൻ കരുതി അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. ഒപ്പിക്കാനാണോ പാട്? പോയില്ലല്ലോ. അതിനെല്ലാം പോണം. നമുക്ക് വീട്ടിൽ വരെ സാധനം. ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ കരവളുകാർ വീട്ടിൽ വന്നത്. ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഡയറി മിൽക്ക്. എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും എത്ര വയസ്സായിരുന്നു? വയസ്സ് പറയാൻ പാടില്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമം വയസ്സ് പറയുമ്പോൾ. മാറടാ. കുത്തിരിനെ നയിക്കണേ. കുഞ്ഞാവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും ബിബിയും മാത്രമേ പോകുന്നുള്ളൂ. ബിബിയോട് റെഡിയായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് നാളെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ 5-ാം മാസത്തെ പൊങ്കാല കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ അമ്പലത്തിൽ വരുന്നത്. അങ്ങനെ അമ്മയ്ക്ക് അർച്ചന കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷെ ആ അമ്പലത്തിൽ തിരുമേനി കുറച്ച് ബിസി ആയിരുന്നു. അതായത് വേറൊരു അമ്പലത്തിലോട്ട് തിരുമേനിക്ക് പോകണമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീടിനടുത്തുള്ള വേറൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് പനങ്ങാട്ടാണ് കേട്ടോ. പനങ്ങാട്ട് കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ തൊഴുതുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഞാനൊരു ഊഞ്ഞാലിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി അമ്മയ്ക്ക് നേർച്ചെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഊഞ്ഞാലിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. പണ്ട് ഏതോ ഒരു ഓണത്തിന് ലാസ്റ്റ് അങ്ങാണ്ട് കയറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ ഇതുവരെ ഊഞ്ഞാൽ ആടിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം അമ്പലത്തിലൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നു ഗൈസ്. നമ്മുടെ ബീഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അമ്മച്ചി കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. ഇത് പിന്നെ വിബി വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് വിബിക്ക് കിട്ടിയ ക്രിസ്മസ് കേക്കാണ് കേട്ടോ. എനിക്ക് സാധാരണ പ്ലം കേക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇത് 2 ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബോക്സ് അപ്പം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. ഋതുവാണ് പകുതിയും തിന്നത്. നമ്മൾ കുറച്ച് കഴിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത 2nd ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ക്രിസ്മസ് ഡേയിൽ. ഒരു രക്ഷയില്ല. എനിക്ക് സാധാരണ പ്ലം കേക്ക് ഇഷ്ടമേ അല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇത് ഡെലിഷ്യസ്, ഒരു രക്ഷയില്ല. എന്തെടുക്കാൻ പോവാ? കാന്താരി.
അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും അപ്പം നമ്മളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് മാത്രമല്ല നമുക്ക് അമ്മയ്ക്ക് കേക്കും കൂടെ വാങ്ങിക്കണമായിരുന്നു. അപ്പം നമ്മൾ കേക്കും കൂടെ വാങ്ങിക്കാനായിട്ട് പോവാണ് ഗൈസ്. അമ്മയും അവളും വീട്ടിലുണ്ട്. അവർ കുക്കിങ്ങിലാണ്, അവർ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോകാമെന്ന് കരുതി. അമ്മയ്ക്ക് അറിയില്ല ആക്ച്വലി കേക്ക് വാങ്ങിക്കാനാണ് പോകുന്നതെന്ന്. ഗൈസ് അപ്പം നമ്മൾ അമ്മയ്ക്ക് കേക്ക് വാങ്ങിക്കാനായിട്ട് പുറത്ത് വന്നേക്കാണ്. അമ്മയ്ക്കറിയാം കേക്ക് വാങ്ങിക്കാനാണ്, കാരണം ഞങ്ങൾ പറഞ്ഞത് അപ്പൂന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടി വന്നാണ് പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്കറിയാം, കാരണം എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനും വന്നത് അപ്പൂൻ്റെ കൂടെ. അപ്പോൾ കാറിൽ ഓൺ ദ വെയിലാണ് അപ്പോൾ പറയുന്നത് അമ്മയ്ക്ക് മാല എടുക്കാൻ പോവാണ്. അമ്മ കുറേ നാളായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാലം തൊട്ട് ഗ്യാരണ്ടി മാല തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഗ്യാരണ്ടി മാലയാണെങ്കിൽ നല്ല കളറൊക്കെ പോയിട്ട് അമ്മയുടെ കഴുത്തിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ഒരു കളറ് തന്നെ നന്നായിട്ട് മാറുന്നുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്കത് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഞങ്ങളുടെതല്ല അപ്പൂനോട് ചോദിച്ചത്, എടാ ഒരു ഗ്യാരണ്ടി മാല എടുത്തു തരുമോ, എൻ്റെ മാല ഇതുപോലെ നല്ല കറുത്തു, അപ്പോൾ എൻ്റെ കഴുത്ത് നന്നായിട്ട് കറുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഫീലായിരുന്നു. അപ്പം അപ്പൂസ് ഇങ്ങനെ വാങ്ങിക്കാൻ പോകുന്നപ്പോൾ ഒത്തിരി ഹാപ്പി ചെയ്യാൻ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ ഷോപ്പിൽ വന്നത്. നമ്മൾ മിക്കപ്പോഴും ഇപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കാറ് ഗോൾഡ്. അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കിന് കട ക്ലോസ് ചെയ്യാൻ പോകുമായിരുന്നു, ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഹോളിഡേ പ്രമാണിച്ച്. അപ്പോൾ നമ്മൾ സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവർ ബേക്കറിയിൽ കയറിയിട്ടുണ്ട്, നമ്മളൊരു കേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വാങ്ങിക്കാനായിട്ട് വിബിയും അപ്പൂസും കുക്കും കൂടെ പോയേക്കാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കുച്ചുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അംബാസഡറിൻ്റെ ഒരു ഷോപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് പുതിയതായിട്ട് കേക്കിന് മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണ്. ഇത് പുനലൂർ റിലയൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറേ കേക്കെല്ലാം നോക്കിയതിന് ശേഷം ഹണി നട്ട് ഫ്ലേവറിലൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഇഷ്ടപ്പെട്ടോ? എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്നെ നോക്കുക വേണ്ട. ഇത് ഷൂട്ട് കഴിഞ്ഞ് കൊടുക്കണം ജ്വല്ലറിക്കാരോട്. ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചു, നാളെ നമ്മൾ കടം തീർക്കാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട്, ഹെവി ലഞ്ചായിരുന്നു, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കഴിഞ്ഞ വർഷം ഈ ദിവസമല്ലേ ബിബിക്ക് ആക്സിഡന്റ് പറ്റിയത്? അതെ, ഇതേ ദിവസം ഒരു വർഷം. നമ്മൾ അമ്മയുടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് സർപ്രൈസ്. എൻ്റെ ബർത്ത്ഡേ ഒക്കെ കുളമാക്കി. അതെ, കേക്ക് വാങ്ങിച്ചിട്ട് ഞാനും ബിബിയും കൂടെ സ്കൂട്ടിയിൽ വന്ന്, ഇവർ കാറിലും വന്ന്. കേക്ക് അമ്മ കാണാണ്ടിരിക്കാനാണ് ഞങ്ങൾ സ്കൂട്ടിയിൽ വെച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഒരു പട്ടി എന്നെ കടിക്കാൻ വന്ന് ഞാൻ വിളിച്ചു കൂവി, വണ്ടി മറിഞ്ഞിട്ട് എനിക്കധികം ഒന്നും പറ്റിയില്ലേ, എനിക്കൊന്നും പറ്റില്ല. ആ വീഴ്ചയിൽ ഒരു ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ബേബിയുടെ കാല് നല്ല മുറിവായിരുന്നു, നല്ല ആഴത്തിൻ്റെ മുട്ടിൻ്റെ അവിടെ നല്ലോണം കിഴിഞ്ഞിറങ്ങിയായിരുന്നു. നല്ല കോൺക്രീറ്റ് റോഡായിരുന്നു. ഒരു മാസം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അതെ, ഒന്നര മാസം ജോലിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. അമ്മ ലൈവായിട്ട് ആക്സിഡന്റ് കണ്ട് ഇവര് അപ്പുറത്തെ കനാലിൽ ഇങ്ങനെ നടുക്ക്, അപ്പുറത്തെ റോഡിൽ ഇവര്, ഇപ്പുറത്തെ റോഡിൽ ഞങ്ങളെ വണ്ടി വീഴുന്ന സൗണ്ട് കേട്ട് നിങ്ങൾ നിർത്തിയല്ലേ? നല്ല ഇടിയല്ലായിരുന്നു? കണ്ടല്ലോ. അതെ, ഞാൻ എണീറ്റ് നോക്കിയപ്പം എന്നെ വന്ന് പിടിച്ച് ഓക്കെ, അപ്പം വിബിക്കും കുഴപ്പമില്ലാന്ന് കരുതി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിന് വിബിയുടെ പാൻറ്റിൻ്റെ അത്രയും ഭാഗത്ത് പാൻറ്റിൻ്റെ ആ ഡ്രസ്സ് ഇല്ല അവിടെ. അങ്ങനെ ഡ്രസ്സ് നല്ല ഇങ്ങനെ മുറിവ് ഉണ്ടായിരുന്നു.
പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് സ്റ്റിച്ചൊന്നും ഇടാനൊന്നും പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അത് അങ്ങനെ തന്നെ കെട്ടിവെച്ച്. കാരണം അങ്ങനെ തന്നെ പിന്നെ അങ്ങ് സ്കിന്ന് അതൊന്ന് മാംസം മൂടി വന്നതല്ലേ. അങ്ങനെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ക്രിസ്മസും ഒരു ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ വർഷം. അതിന് ഒരു വർഷത്തെ ആഘോഷമായിരുന്നു ഇന്നും ഞങ്ങൾ കാരണത്തൊക്കെ പോയപ്പോൾ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ദൈവമേ എന്തെങ്കിലും പറ്റുമോ, ഒന്നും പറ്റിയില്ല. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് സേഫായിട്ട് എത്തി. ഈവനിങ് ആയപ്പോൾ നമ്മൾ കുറച്ച് ചായയൊക്കെ ഇട്ട് വടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം തീർന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളെല്ലാം നല്ല ടയേർഡാണ്, തിന്ന് ടയേർഡായതാണ് ഇന്ന് അല്ലേ അമ്മ? അമ്മയ്ക്കാണ് ഒട്ടും എല്ലാവരും ചുരുങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ദിവസം അടിപൊളിയാണ്. ആ പിന്നെ ക്രിസ്മസ് അല്ലേ, നിങ്ങളുടെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എല്ലാ വർഷവും സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കാനെന്താ, സന്തോഷമായോ? സന്തോഷമേ ഉള്ളൂ. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം. പ്രൗഡ് തോന്നിയോ? അഭിമാനം മോനെ കുറിച്ച്? ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ സുന്ദരിബാ ഇവിടെ കളിച്ചുകൊണ്ട് കിടക്കും. അപ്പം അടുത്തൊരു വ്ളോഗിൽ കാണണം പേര്.